ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ എക്സാമുകളുടെയും ഒരു പ്രധാന ടോപ്പിക്കാണ് ദേശീയ ചിഹ്നങ്ങൾ. ദേശീയ ചിഹ്നങ്ങളിൽ നിന്നും ഇതുവരെ എല്ലാ എക്സാമുകളിലും 10ാം ക്ലാസ് യോഗ്യതയായാലും മറ്റു എക്സാമുകളിലായാലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ വീഡിയോയിലൂടെ ദേശീയ പതാകയെക്കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. ദേശീയ പതാകയെക്കുറിച്ചിട്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. എന്നിരുന്നാലും നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ടും നമുക്കൊക്കെ മാറി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് എക്സാമിന് മുമ്പായിട്ടൊന്ന് നോക്കിയിട്ട് വേണം പോകാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടോടെ കൂടെ നമുക്ക് തുടങ്ങാം. ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22 ഈ വർഷം നമുക്ക് ഓർത്തിരിക്കാൻ എങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കാം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ ദേശീയ പതാകയെ അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് ജൂലൈയിൽ. ഇനി ജൂലൈ 22 അറിയാൻ നമുക്ക് ഇപ്പോഴുള്ള ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്കതിനെ ബന്ധിപ്പിക്കാം. ചന്ദ്രയാൻ സെക്കൻഡിനെ 2019 ജൂലൈ 22 വിക്ഷേപിച്ചത്. അപ്പോൾ ജൂലൈ 22 വിക്ഷേപിച്ച് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചു. ആ ജൂലൈ 22 തന്നെ നമ്മുടെ ദേശീയ പതാകയും നമ്മൾ എന്ത് ചെയ്തു, സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്നിനൊന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയും. ഇനി ഈ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്. ദേശീയ പതാക ത്രിവർണ്ണ പതാക എന്നാണ് അറിയപ്പെടുന്നത്. മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച. ഈ ഓരോ കളറും പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെ എന്ന് നോക്കാം. കുങ്കുമം ധീരതയെയും ത്യാഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. വെള്ള സത്യത്തെയും സമാധാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. പച്ച സമൃദ്ധിയെയും ഫലപുഷ്ടതയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇനി നമ്മുടെ ദേശീയ പതാകയുടെ നടുവിലായിട്ട് നാവിക നീല നിറത്തിൽ 24 ആരക്കാലുള്ള അശോക ചക്രമുണ്ട്. ഈ ആരക്കാലുകൾ ധർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ദേശീയ പതാകയുടെ കളറുകൾക്കും അതുപോലെ ഈ ചക്രത്തിനും വ്യാഖ്യാനം നൽകിയത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. പതാകകളെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും ഒരു പ്രത്യേക അനുപാതത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് 3:2 മാറിപ്പോകരുത്. നീളം 3 വീതി 2 അതിന് ആനുപാതികമായിട്ടുള്ള അളവുകളാണ് ദേശീയ പതാകയുടെ അളവുകളായിട്ട് ഉൾപ്പെടുത്താറുള്ളത്. ഇനി നമ്മുടെ ദേശീയ പതാക നിർമ്മിക്കുന്നത് എവിടെയാണ്? നിർമ്മാണശാല. ഇന്ത്യയിലെ ഏക പതാക നിർമ്മാണശാലയാണ് കർണാടകയിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം KKGSS എന്നറിയപ്പെടും. ഇത് കർണാടകയിലെ ഹൂബ്ലിയിലാണ്. 1957 നവംബർ 1 ഈ KKGSS സ്ഥാപിതമായിട്ടുള്ളത്. KKGSSലെ 9 വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാകകളാണ് നിർമ്മിക്കുന്നത്. അതിലേറ്റവും ചെറിയ അളവാണ് 15 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ. 15 സെൻറ്റിമീറ്റർ നീളം, 10 സെൻറ്റിമീറ്റർ വീതി. അതിനെ മില്ലിമീറ്റർ പറയുകയാണെങ്കിൽ 150 മില്ലിമീറ്റർ ഇൻറ്റു 100 മില്ലിമീറ്റർ. അതിനെ ഇഞ്ചിൽ പറയുകയാണെങ്കിൽ 6 ഇഞ്ച് ഇൻറ്റു 4 ഇഞ്ച്. ഇനി അതിലേറ്റവും വലിയ അളവ് എന്ന് പറയുന്നത് 6300 മില്ലിമീറ്റർ ഇൻറ്റു 4200 മില്ലിമീറ്റർ ആണ്. ഇനി VVIPകളുടെ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് 450 മില്ലിമീറ്റർ ഇൻറ്റു 300 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ കൂടെ 1-2 അളവുകളും കൂടെ നമുക്ക് നോക്കി വെക്കാം. കാറുകളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 225 മില്ലിമീറ്റർ ഇൻറ്റു 150 മില്ലിമീറ്റർ ആണ്. നമ്മുടെ മേശപ്പുറത്തൊക്കെ വെക്കുന്ന ദേശീയ പതാകയില്ലേ, അതിൻ്റെ അളവ് എന്ന് പറയുന്നത് 150 മില്ലിമീറ്റർ ഇൻറ്റു 100 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഈ പതാക നിയമം നിലവിൽ വന്നിട്ടുള്ളത് 2002 ജനുവരി 26 ഇനി നമ്മുടെ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയതാരാണ്, എവിടെ വെച്ചിട്ടാണ് എന്നൊക്കെ നോക്കാം. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായിട്ട്
ഉയർത്തിയത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അത് 1906 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിലുള്ള പാഴ്സി ബാഗൻ സ്ക്വയറിലാണ് സുരേന്ദ്രനാഥ ബാനർജി ദേശീയ പതാക ഉയർത്തിയത്. എന്നാൽ 1907 ഇന്ത്യയുടെ ദേശീയ പതാക ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. ഇത് നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്നൊരു പേരാണ് മാഡം ഭിക്കാജി കാമ. അത് അവർ 1907 വിദേശത്ത്, അതായത് അന്താരാഷ്ട്ര വേദിയിലാണ് നമ്മുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തിയാണ് മാഡം ഭിക്കാജി കാമ. ഇനി മാഡം ഭിക്കാജി കാമ ഈ പതാക ഉയർത്തിയത് എവിടെയാണ്? ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ചിട്ടായിരുന്നു. ഈ പതാകയിൽ ഒരു താമരയും 7 നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരുന്ന താമരകളുടെ എണ്ണം 8 ആയിരുന്നു. അത് 8 പ്രവിശ്യകളെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധാനം ചെയ്യുന്ന 8 താമരകളായിരുന്നു ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരുന്നത്. എന്നാൽ നമുക്കറിയാം 1929 ഡിസംബർ 31 ലാഹോർ സമ്മേളനത്തിൽ, രവി നദിയുടെ തീരത്ത് വെച്ച് ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയത് എന്ന്. ഈ ത്രിവർണ്ണ പതാകയിൽ അതിൻ്റെ മധ്യത്തിലായിട്ട് ചർക്കയുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 1947 ജൂലൈ 22 വരെ എന്തായിരുന്നു നമ്മുടെ ദേശീയ പതാകയുടെ നടുവിൽ നമ്മുടെ അശോക ചക്രത്തിന് പകരം എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഈ ചർക്കയായിരുന്നു ഉണ്ടായിരുന്നത്. 1947 ജൂലൈ 22 മുതലാണ് ത്രിവർണ്ണ പതാകയുടെ മധ്യത്തിൽ ധർമ്മചക്രമായിട്ട്, അശോക ചക്രമായിട്ട് മാറിയത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക പ്രധാനമന്ത്രിയാണ് ഉയർത്തുന്നത്. എവിടെ വെച്ചിട്ടാണ് ഉയർത്തുന്നത്? ചെങ്കോട്ടയിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ ദേശീയ പതാക പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ഉയർത്തുന്നു. എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ ദേശീയ പതാക രാഷ്ട്രപതി രാജ്പഥിലാണ് ഉയർത്തുന്നത്. മാറിപ്പോകരുത്. പ്രധാനമന്ത്രി ചെങ്കോട്ടയിലാണ് ഉയർത്തുന്നത്, രാഷ്ട്രപതി രാജ്പഥിലാണ് ഉയർത്തുന്നത്. പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിനത്തിനാണ് ഉയർത്തുന്നത്, രാഷ്ട്രപതി റിപ്പബ്ലിക് ഡേയിലും ഉയർത്തുന്നു. അപ്പോൾ മാറിപ്പോവാതെ നോക്കണത്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടെ അടുത്ത വീഡിയോയുമായി ഉടനെ വരാം.